കേന്ദ്രം ഭരിക്കുന്ന ബി.ജെ.പി. സർക്കാർ വിദ്യാഭ്യാസ മേഖലയിലും കാവ്യവൽക്കരണം നടത്തുകയാണെന്നും ഇന്ത്യയുടെ ചരിത്രം മാറ്റിയെഴുതാനാണ് ഇവർ ശ്രമിക്കുന്നത് എന്നും CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബു പറഞ്ഞു. CPI ഉടുമ്പൻചോല മണ്ഡലം സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് നെടുങ്കണ്ടത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രം ഭരിക്കുന്ന ബി.ജെ.പി. സർക്കാർ വിദ്യാഭ്യാസ മേഖലയിലും കാവ്യവൽക്കരണം നടത്തുകയാണെന്നും ഇന്ത്യയുടെ ചരിത്രം മാറ്റിയെഴുതാനാണ് ഇവർ ശ്രമിക്കുന്നതെന്നും CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബു പറഞ്ഞു. CPI ഉടുമ്പൻചോല മണ്ഡലം സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് നെടുങ്കണ്ടത്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ ചരിത്രത്തിൽ ഈ ഹിന്ദുത്വവൽക്കരണം എങ്ങനെ കൊണ്ടുവരാൻ കഴിയും എന്നുള്ളത് വിദ്യാഭ്യാസ മേഖലയിൽ കൂടി അവർ കാണും. വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണത്തിന് വേണ്ടി മാത്രം തയ്യാറാക്കിയതാണ് ഇന്ത്യയിലെ പുതിയ വിദ്യാഭ്യാസ നയം എന്ന് ഗവൺമെന്റ് പറയുന്ന 2020 വിദ്യാഭ്യാസ നയം. 2020 വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാൻ തയ്യാറല്ലാത്ത സംസ്ഥാന ഗവൺമെന്റുകൾക്ക് കേന്ദ്രം ഇനി വിദ്യാഭ്യാസ മേഖലയിലെ ഫണ്ട് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഫെഡറൽ സംവിധാനത്തെ ചോദ്യം ചെയ്യാതെ ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യത്തിന്റെ ചരിത്ര കാലഘട്ടം മുഴുവൻ മാറ്റി അതിനെ മുഴുവൻ വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് കരിക്കുലത്തിൽ നിന്ന് മാറ്റം ചെയ്തുകൊണ്ട് അവിടെ പകരം കുംഭമേള ഉൾപ്പെടുത്താൻ തീരുമാനിക്കുകയും അതൊക്കെ അതുപോലെ അംഗീകരിക്കണമെന്ന് സംസ്ഥാനങ്ങളോട് പറയുകയും ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ നയം കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ചാൽ നമുക്കതിനെ എതിർക്കുകയല്ലാതെ വേറെ മാർഗമില്ല. ബി.ജെ.പിയുടെ ഏറ്റവും വലിയ ചങ്ങാതിമാർ കോർപ്പറേറ്റുകളാണ്. ഇവർക്ക് കോടിക്കണക്കിന് രൂപയുടെ ഇളവുകളാണ് സർക്കാർ ചെയ്തു കൊടുക്കുന്നത്. എന്നാൽ തൊഴിലുറപ്പ് പദ്ധതിക്കായുള്ള തുക വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു. ഇന്ത്യയുടെ ചരിത്രം മാറ്റിയെഴുതുന്നതിന്റെ ഭാഗമായി പാഠപുസ്തകങ്ങളിലും മാറ്റം വരുത്തി. മുഗൾ സാമ്രാജ്യം ഇന്ത്യ ഭരിച്ചിരുന്നതായുള്ള ഭാഗം മാറ്റി കുംഭമേളയുടെ ചരിത്രം തിരികെ കയറ്റുകയും ചെയ്തു. ഇതുവഴി ഹിന്ദുത്വവൽക്കരണമാണ് നടത്തുന്നതെന്നും പ്രകാശ് ബാബു പറഞ്ഞു. ഇന്ത്യയുടെ ഭരണഘടനയും ചരിത്രവും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വവും ബാധ്യതയും കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ടെന്നും ഇതിനുവേണ്ടി പോരാട്ടം ശക്തമാക്കണമെന്നും പ്രകാശ് ബാബു ആവശ്യപ്പെട്ടു. പതാക ഉയർത്തൽ, പുഷ്പാർച്ചന, പ്രകടനം എന്നിവയ്ക്ക് ശേഷം നെടുങ്കണ്ടം സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ 230 പ്രതിനിധികളാണ് പങ്കെടുത്തത്. +2 പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ ഗൗരി എസ് നായരെ സമ്മേളനത്തിൽ വെച്ച് ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. 2 ദിവസങ്ങളായി നടക്കുന്ന സമ്മേളനത്തിൽ CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KK അഷറഫ്, ജില്ലാ സെക്രട്ടറി K സലീംകുമാർ, സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ KK ശിവരാമൻ, MY ഔസപ്പ്, ജോസ് ഫിലിപ്പ്, ജയ മധു, VK ധനവാൽ, P പളനിവേൽ, CU ജോയി, MK പ്രിയൻ തുടങ്ങിയവർ പ്രസംഗിക്കും. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.